പക്ഷേ ഇതൊന്നും അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവർക്കും മേഡിങ് കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്, എഡ്യൂക്കേഷണൽ ഒന്നുമല്ല. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ വൈഫ് ഹൗസിൽ നിന്ന് വന്ന സ്പെഷ്യൽ ഡെലിവറിയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഭാര്യ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് മെൽബണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ സാധനം കൊടുത്തു വിട്ടു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് മെൽബണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബിബിനെ അളിയ താങ്ക് യു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഇത് അൺബോക്സ് ചെയ്യാം. തന്നെ ബോംബ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് കുറെ ടേപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഓ അവസാനം പൊതിക്കകത്ത് വേറൊരു പൊതി. ഓക്കേ, ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ കവറിൽ നിന്നാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ 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 ഇതെനിക്ക് വളരെയധികം ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. കോവയ്ക്ക ഫ്രൈ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഇത് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇത് മേടിച്ചേക്കുന്നത് നോർത്ത് പറവൂരിലെ ജിയോ ബേക്കറിയിൽ നിന്നാണ്. ഈ ബോക്സ് ഒക്കെ വല്ലാണ്ട് ചളുങ്ങിപ്പോയാട്ടോ. ഓക്കെ, അടുത്ത ഐറ്റം പീനട്ട് ക്രഷ്ഡ്. സെയിം ബേക്കറിയിൽ നിന്ന് തന്നെയാണ്. ഈ സാധനം കൊള്ളാമെന്നാണ് അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കിയിട്ട് പറയാം. ബീട്രൂട്ട് ഫ്രൈ അതേ ബേക്കറിയിൽ നിന്നാണ്. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. പക്ഷേ ഇതൊന്നും അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ വൈഫ് സ്വന്തം കൈ കൊണ്ട് പുള്ളിക്കാരി എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ കേക്കാണ്. ഇതിലൊരെണ്ണം നമ്മുടെ ചങ്ക് ബിബിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ മുറിച്ച് നോക്കും വീഡിയോ തീരുന്നതിന് മുമ്പ്. സ്വീറ്റ് ബനാന ചിപ്സ് നാട്ടിൽ നിന്ന് ഫ്രഷ് സാധനമാണ്. ഒരാഴ്ച പോലും ആയിട്ടില്ല ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താ ഓട്സ് കുക്കീസ്. ഇത് ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. കാരണം അവളുടെ സ്വന്തം കൈ കൊണ്ട് വീട്ടിലുണ്ടാക്കിയ ഓട്സിൻ്റെ കുക്കീസാണ് കേട്ടോ. ഇതെന്തായാലും ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഈ വീഡിയോ പറയുന്നതായിരിക്കും. ലാസ്റ്റ് ഐറ്റം ഒരു ചെറിയ ഗാലക്സിയുടെ മിൽക്ക് ചോക്ലേറ്റും കുക്കി ക്രംബിളുടെ ഫ്ലേവറാണ്. പക്ഷെ മിൽക്ക് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റാണ് എനിക്ക് ഇഷ്ടമെന്നുള്ളത് അറിഞ്ഞൂടെ പെണ്ണുമ്പിള്ളേ. അപ്പോൾ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചു തരണ്ടേ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പം നമുക്ക് ബനാന കേക്ക് അൺബോക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കിയാലോ. ബാ. അങ്ങനെ അവസാനം വേറൊരു കത്തി എടുത്തു. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. എൻ്റെ അളിയ ഇത് നോക്കിയേ, ചോക്ലേറ്റ് ചിപ്പ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് തന്നെ മനുഷ്യന് സഹിക്കുന്നില്ല. ഇനി അധികം നേരം ഞാൻ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അകത്ത് ചോക്ലേറ്റ് ചിപ്പൊക്കെ മെൽറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം.
നല്ല പഴുത്ത റോബസ്റ്റ് പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ അളിയ, ഒന്നും പറയാനില്ല. താങ്ക് യു മൈ ഡിയർ വൈഫ്. ഇനി ഇതുപോലത്തെ അടിപൊളി ഗിഫ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഗുഡ് ബൈ.